ഇവിടെ നമുക്ക് f of x is equal to f of minus x എന്ന് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഡിസ്ട്രിബ്യൂഷൻ ഈസ് സിമെട്രിക് അബൌട്ട് 0. എക്സിന്റെ റേഞ്ച് റിയൽ നമ്പർ ആണെന്നും പറയുന്നു, റിയൽ ലൈൻ ആണെന്നും പറയുന്നു. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം. ആദ്യം പറയുന്നത് 1/n x1 plus etc plus xn converges in probability to 0 എന്നാണ്. ആക്ച്വലി നമുക്ക് 1/n x1 plus etc plus xn converges in probability to expectation of x എന്നൊരു റിസൾട്ട് ഉണ്ട്. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, if expectation exist. പക്ഷെ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷന്റെ ഇൻഫർമേഷനിൽ നിന്നും എക്സ്പെക്ടേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ക്ലിയർ അല്ല. ഫോർ എക്സാമ്പിൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂഷനാണ് കോഷി സീറോകൾ. അതിന്റെ എഫ് ഓഫ് എക്സ് 1/π × 1 + x² എന്നാണ്. റേഞ്ച് റിയൽ നമ്പറുമാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് എക്സ് ആണ്. പക്ഷേ ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കോഷി ഡിസ്ട്രിബ്യൂഷൻ എടുത്താൽ ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണെന്ന് പറയാൻ പറ്റില്ല. സോ ഒന്നാമത്തെ ഓപ്ഷൻ ശരിയല്ലെന്നല്ല, പക്ഷെ ശരിയാണെന്ന് പറയാൻ നമുക്ക് മതിയായ കാരണങ്ങളൊന്നുമില്ല. രണ്ടാമത്തെ ഓപ്ഷനും 1/n x1 plus etc plus xn converges almost surely to 0. അതിന് നമുക്ക് മതിയായ തെളിവുകളൊന്നുമില്ല. സോ അതും നമുക്ക് ആ ഓപ്ഷൻ നമുക്ക് ശരിയാണെന്ന് പറയാൻ കഴിയില്ല. മൂന്നാമത്തെ ഓപ്ഷൻ probability 1/√n x1 plus etc plus xn less than 0 tends to half എന്നാണ്. ഈ ഓപ്ഷൻ ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യാൻ നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. xis or x1 x2 etc xn iid n02 റാൻഡം വേരിയബിൾസ് ആണെന്ന് വിചാരിക്കുക. n02 അങ്ങനെയാണെങ്കിൽ y is equal to x1 plus etc plus xn by √n. y ഒരു ലീനിയർ കോമ്പിനേഷൻ ഓഫ് എബോവ് സെറ്റ് റാൻഡം വേരിയബിൾസ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ തന്നെയായിരിക്കും എന്ന് നമുക്കറിയാം. ഇനി അതിന്റെ എക്സ്പെക്ടേഷനും വേരിയൻസും എന്താണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. സോ എക്സ്പെക്ടേഷൻ ഓഫ് y വിൽ ബി എക്സ്പെക്ടേഷൻ ഓഫ് x1 plus etc plus xn by √n which is equal to xis എല്ലാം IID n02 ആയതുകൊണ്ട് എക്സ്പെക്ടേഷൻ ഓഫ് x1 എക്സ്പെക്ടേഷൻ ഓഫ് x2 എല്ലാം 0 ആയിരിക്കും. സോ ആൻസർ വിൽ ബി 0. ആൻഡ് വേരിയൻസ് ഓഫ് y വിൽ ബി വേരിയൻസ് ഓഫ് x1 plus etc plus xn by √n which is equal to 1/n into variance of x1 plus variance of x2 plus etc plus variance of xn which is equal to 2n. So again 2. അതുകൊണ്ട് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ n02 തന്നെയാണെന്ന് പറയാം. അതായത് ഡിസ്ട്രിബ്യൂഷൻ വൈയുടെ ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് അബൌട്ട് 0 ആണ്. ദാറ്റ് ഇസ് പ്രോബബിലിറ്റി ദാറ്റ് y ലെസ് ദാൻ 0 എക്സാക്ട്ലി ഈക്വൽ ടു ഹാഫ് ആണ്. ദാറ്റ് ഇസ് പ്രോബബിലിറ്റി 1/√n വൈയുടെ വാല്യൂ 1/√n x1 plus etc plus xn ലെസ് ദാൻ 0 എക്സാക്ട്ലി ഈക്വൽ ടു ഹാഫ് ആണ്. ടെൻസ് ടു ഹാഫ് അല്ല. അതുകൊണ്ട് മൂന്നാമത്തെ ഓപ്ഷനും തെറ്റാണെന്ന് പറയാം. എക്സാമ്പിൾ എടുത്ത വഴി നമുക്ക് തെറ്റാണെന്ന് കിട്ടി. സോ മൂന്നാമത്തെ ഓപ്ഷൻ ജനറൽ ആയിട്ട് ട്രൂ അല്ല. സോ നമുക്ക് ആൻസർ അതാണെന്ന് പറയാൻ പറ്റില്ല. നാലാമത്തെ ഓപ്ഷനെ കുറിച്ച് നോക്കാം. നാലാമത്തെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് സമ്മേഷൻ i is equal to 1 to n xi യും സമ്മേഷൻ i is equal to 1 to n minus 1 power i xi യും ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്നുള്ളതാണ്. സപ്പോസ് എക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ അല്ലെങ്കിൽ എക്സൈസ് എല്ലാം IID ആണ്. x1 x2 etc xn ഓരോന്നിന്റെയും ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ 5xt ആണെന്ന് എടുക്കാം. 5xt is the characteristic function of xi for I is equal to 1 to etc n. ക്വസ്റ്റ്യനിൽ തന്നെ f of x is equal to f of minus x എന്ന് പറയുന്നുണ്ട്. അതായത് എക്സിന്റെയും മൈനസ് എക്സിന്റെയും ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനും ഒന്ന് തന്നെയായിരിക്കും. സോ 5xt-യും 5 - xt-യും ഐഡന്റിക്കൽ ആയിരിക്കും. നൗ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഓഫ് സമ്മേഷൻ xi കണ്ടുപിടിച്ച് നോക്കാം. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഓഫ് സമ്മേഷൻ i is equal to 1 to n xi.
which is equal to 5x1 plus etc. plus xn of t. Since each xi's are independent, we can write it as 5x1t into 5x2t etc. 5xnt. Xi's എല്ലാം identically distributed ആണ്. എല്ലാത്തിൻ്റെയും characteristic function 5xt എന്ന് നമ്മൾ assume ചെയ്തിട്ടുണ്ട്. So 5xt power n. Now the characteristic function of summation I is equal to 1 to n minus 1 power I xi, which is equal to 5 of minus x1 plus x2 minus x3 plus etc. plus minus 1 raised to n xn of t, which is equal to xi's ഓരോന്നും ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, മൈനസ് 5 ഓഫ് മൈനസ് x1 ഓഫ് t ഇൻറ്റു 5 ഓഫ് x2 t എക്സെട്ര 5 ഓഫ് മൈനസ് 1 പവർ n xn ഓഫ് t. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതനുസരിച്ച് എക്സിനും മൈനസ് എക്സിനും സെയിം ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതുകൊണ്ട് എക്സിൻ്റെയും മൈനസ് എക്സിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനും ഈക്വൽ ആകേണ്ടതാണ്. സോ ഈ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റിനെ നമുക്ക് 5xt പവർ n എന്ന് എഴുതാം. അതായത് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഓഫ് സമ്മേഷൻ എക്സ് ഐയും ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഓഫ് സമ്മേഷൻ മൈനസ് 1 പവർ ഐ എക്സ് ഐയും ഈക്വൽ ആയി കിട്ടി. സോ നമുക്ക് പറയാവുന്നൊരു കാര്യം, summation over I is equal to 1 to n xi is identically distributed with summation I is equal to 1 to n minus 1 power I xi. So fourth option is the correct.